Welcome to our channel. Today is the fourth day of our 100-day tax challenge. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ടുഡേ നമ്മൾ ഷോ ചെയ്യാൻ പോകുന്നത് ഹൗ ടു യൂസ് കാൽക്കുലേറ്റ് ഫംഗ്ഷൻ ഫോർ ഫൈൻഡിങ് ടോട്ടൽ റവന്യൂ ടോട്ടൽ എക്സ്പെൻസ് ഫ്രം എ ഫിനാൻഷ്യൽ ഡാറ്റ സെറ്റ്. സോ നമുക്കിവിടെ ഓൾറെഡി എൻ്റെ കയ്യിലൊരു ഫിനാൻഷ്യൽ ഡാറ്റ സെറ്റ് ഉണ്ട്. റവന്യൂ എക്സ്പെൻസ് എന്നാണ് ആ ഡാറ്റ സെറ്റിൻ്റെ പേര്. സോ ഇതിനകത്ത് നമ്മൾ ടോട്ടൽ റവന്യൂ അതുപോലെ ടോട്ടൽ എക്സ്പെൻസ് ഈച്ച് ആൻഡ് എവറി ഡേ ട്രാൻസാക്ഷൻസ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനൊരു ഡാറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് ഹൗ ടു ഡിഫറൻഷിയേറ്റ് വാട്ട് ഇസ് എ ടോട്ടൽ എക്സ്പെൻസ്, വാട്ട് ഇസ് എ ടോട്ടൽ റവന്യൂ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് പവർ ബിയിൽ നിങ്ങൾക്ക് ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് അതിനകത്തൊരു നിങ്ങൾക്കൊരു വിഷ്വലൈസേഷനകത്ത് നമുക്ക് എങ്ങനെ ഈ ഒരു വാല്യൂ നമുക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഷോ ചെയ്യാൻ പോകുന്നത്. സോ കാൽക്കുലേറ്റ് ഫംഗ്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇൻ പവർ ബി ഐ. നമ്മളൊരു പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷനാണ് കാൽക്കുലേറ്റ് ഫംഗ്ഷൻ. സോ നിങ്ങൾക്ക് ഈ ഒരു ഡാഷ്ബോർഡിനകത്ത് കാണാൻ പറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ആ ടോട്ടൽ ഡാറ്റ സെറ്റിനകത്ത് നിന്ന് നമുക്ക് അതിനകത്ത് ഇൻകം ഓൾറെഡി എക്സ്പെൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, റവന്യൂ അല്ലെങ്കിൽ ഇൻകം പാർട്ട് മാത്രം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു കാൽക്കുലേറ്റ് എന്നുള്ള ഫോർമുല വെച്ചുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാട്ട് ഈസ് എ ടോട്ടൽ എക്സ്പെൻസ് 13.25 million ആണ്. സോ നമുക്കിത് എങ്ങനെ ഇതുപോലത്തെ ഒരു ഡാഷ്ബോർഡിനകത്ത് നിങ്ങൾക്ക് ഈ റവന്യൂ അതുപോലെ തന്നെ എക്സ്പെൻസ് എന്നുള്ള വാല്യൂസ് നമുക്ക് എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്യണം, ഓൾറെഡി ഒരു പേജ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യാണ്. സോ ഞാനിവിടെ എന്ത് ചെയ്യണം, ഒരു മെഷർ ക്രിയേറ്റ് ചെയ്യണം. വാട്ട് ഈസ് എ ടോട്ടൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം. സോ ഐ എം ക്രിയേറ്റിംഗ് ടോട്ടൽ റവന്യൂ മീൻസ് ടോട്ടൽ സെയിൽസ്, ടോട്ടൽ ഇൻകം. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു കോളത്തിനകത്ത് നമുക്കറിയാം ഓൾറെഡി അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് എന്നുള്ള ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ സെറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഇൻകം ആണോ അല്ലെങ്കിൽ എക്സ്പെൻസ് ആണോ എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റവന്യൂ ഓർ എക്സ്പെൻസ് എന്നുള്ള ഈ കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു കോളം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ടോട്ടൽ സെയിൽസ് നമ്മൾ എടുക്കുന്നത് ഈ കോളത്തിനകത്ത് നിന്നാണ്. അതുപോലെ അതിൻ്റെ ഏത് കാറ്റഗറി ഓഫ് ട്രാൻസാക്ഷൻ ആണ്, റവന്യൂ ആണോ എക്സ്പെൻസ് ആണോ എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കോളത്തിനകത്ത് നിന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സിംപ്ലി ഒരു മെഷർ ക്രിയേറ്റ് ചെയ്തു, ടോട്ടൽ റവന്യൂ. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എന്തായിരുന്നു, വാട്ട് ഇസ് എ ടോട്ടൽ എമൗണ്ട് ആണ്. അതായത് നമുക്ക് വേണ്ടത് സം ഫംഗ്ഷൻ. നമ്മൾ ഓൾറെഡി പ്രീവിയസ് സെഷനിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ സെയിം ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എമൗണ്ട് ആണ് ഞാൻ യൂസ് ചെയ്യണത്. റവന്യൂ എക്സ്പെൻസ് എന്നുള്ള ഡാറ്റ സെറ്റിനകത്തുള്ള എമൗണ്ട് എന്നുള്ള കോളം കോൾ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഫിൽട്ടർ ഹിയർ. ഇത് ഓൾറെഡി നമ്മൾ റവന്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ റവന്യൂ എന്നുള്ള ആ കോളത്തിനകത്തുള്ള വാല്യൂ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടേബിളിനകത്ത് ഓൾറെഡി റവന്യൂ ഓർ എക്സ്പെൻസ് എന്നുള്ള ഈ ഒരു കോളം നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റവന്യൂ ആയതുകൊണ്ട് റവന്യൂ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു പേരിൽ ആ വാല്യൂ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫിൽട്ടർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നമുക്ക് ടോട്ടൽ റവന്യൂ എന്നുള്ള ഒരു പേരിലുള്ള ഒരു മെഷർ ക്രിയേറ്റ് ആവും. അതിനകത്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ടോട്ടൽ സെയിൽസ്, ടോട്ടൽ എമൗണ്ട് ആണ്. പക്ഷേ നമുക്ക് റവന്യൂ ആയതുകൊണ്ട് ആ ഡാറ്റ സെറ്റിനകത്ത് ഓൾറെഡി എക്സ്പെൻസും കൂടി ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമുക്ക് റവന്യൂ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഫിൽട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേറെ അഡീഷണൽ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാറ്റഗറി വെച്ച് ഫിൽട്ടർ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കോമ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഫിൽട്ടേഴ്സ് കണ്ടോ, ഫിൽട്ടർ 2 ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ടോട്ടൽ റവന്യൂ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ പുതിയ പേജിനകത്ത് ഒരു കാർഡ് വിഷ്വൽ ആഡ് ചെയ്യണം. ഓക്കെ, അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഈ ടോട്ടൽ റവന്യൂ എന്നുള്ള മെഷർ ഞാൻ എന്ത് ചെയ്തു, 17.56 million ആണ്. ഈ വാല്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ആക്ച്വൽ ശരിക്കുള്ള ഡാഷ്ബോർഡിനകത്ത് നമുക്ക് വന്നിട്ടുള്ള വാല്യൂ ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പല സെനാരിയോസിനകത്ത്, ഇപ്പോൾ ടോട്ടൽ സെയിൽസ് ഫോർ എ പെർട്ടിക്കുലർ കൺട്രി, ഇപ്പോൾ HR ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ് ദ ടോട്ടൽ സാലറി ഓഫ് എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്, പെർട്ടിക്കുലർ മാനേജർ ലെവൽ, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു യൂസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പവർ ബിയിൽ. സോ നിങ്ങൾക്ക്
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഫ്യൂച്ചറിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ പേഴ്സണൽ ട്രെയിനിങ് മെൻറ്റർഷിപ്പ് വേണം, അല്ലെങ്കിൽ ലൈവ് ട്രെയിനിങ് വേണം, അല്ലെങ്കിൽ റെക്കോർഡ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഏറ്റവും അഫോർഡബിൾ ആയ പ്രൈസിലും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്തു തരുന്നുണ്ടായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.